ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. എന്റെ കയ്യിൽ പാലട ഇല്ലായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ച് പാസ്ത വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാൽ. അങ്ങനെ കുറച്ച് പാസ്ത എടുത്ത് റോസ്റ്റ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ പാസ്ത ഒന്ന് സോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു 8-10 മിനിറ്റ് വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് വന്നായിരുന്നു. ഇനി മിൽക്ക് മെയ്ഡ് ചേർക്കണം, പക്ഷെ അതും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് പാൽപ്പൊടി എടുത്തു, പഞ്ചസാര എടുത്തു, കുറച്ച് ബട്ടറും ചൂടുവെള്ളവും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തപ്പോഴത്തേക്കും ഒരു മിൽക്ക് മെയ്ഡിന്റെ വരുവൊക്കെ ആയി. പിന്നെ അത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കി. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പായസം നല്ലതുപോലെ കുറുകി വരുന്നുണ്ടായിരുന്നേ. കുറച്ച് നേരം ഇളക്കിയപ്പോഴത്തേക്കും ഇതേപോലെ കുറുകി വന്നു. ലാസ്റ്റ് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് പ്രത്യേകതയുള്ള ദിവസമാണ്. ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 1 വർഷമായി. യൂട്യൂബ് അതിന്റെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഈ 1 വർഷക്കാലത്തോളം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ 2nd വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് നമ്മളിവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പാലട എന്ന് പറയാൻ പറ്റത്തില്ല, പാൽപാസ്ത പായസം എന്ന് വേണേൽ പറയാം. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.